ഹലോ ചേട്ടാ. ഓക്കെ ചേട്ടാ, 2 മിനിറ്റിലെത്തിക്കാം. ഹലോ ചേട്ടാ, നമ്മുടെ കസ്റ്റമറോടെ ദേഹത്തുണ്ട്. ഞാനാണ് പാസഞ്ചർ. Hi. ഐ ലവ് യു ടു. എവിടെ ഇറങ്ങണ്ടേ? കേറുന്നതിന് മുമ്പ് എവിടെ ഇറക്കണ്ടെന്ന് ചോദിച്ചാ ഇത് പ്രീപെയ്ഡ് ടാക്സിയാ. പ്ലേസും പേരും കൺഫേം ചെയ്താൽ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും നടക്കും. നിന്റെ പേയ്മെന്റിൽ എന്റെ കമ്മിറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും. ദിസ് ഇസ് 1000 rupees. ടേക്ക് ഇറ്റ്, എൻജോയ്. ചേട്ടാ, ഇത് 500 ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, വാ കേറ്. പതുക്കെ ഉടക്കല്ലേ. ചേട്ടാ, ഈ റൂമിൽ നിന്ന് മാറ്. ഹലോ, വിജയ് ബാർ ആൻഡ് റെസ്റ്റോറന്റോ? ഒരു 2 minutes. സോറി ബ്രദർ. എടാ നോക്കി കണ്ടൊക്കെ കേറാ. എന്തൊരു തള്ളാടോ ഈ തള്ളുന്നത്. ഇത് ക്യാബാണോ അതോ ഓട്ടോറിക്ഷ ആണോടാ? നാട്ടിലുള്ളവര് മൊത്തം കേറുന്നുണ്ടല്ലോ. ചേട്ടാ, ആദ്യം ഞാൻ ചേട്ടനെ ഇറക്കി വിടുള്ളൂ. ഓക്കെ? അത് പറ്റത്തില്ല, എന്നെ ആദ്യം ഇറക്കണം. മിണ്ടരുത്. ലാസ്റ്റ് കേറിട്ട് ഫസ്റ്റ് ഇറങ്ങണം നാടി. അതെ സാറേ, കേറിയ സമയം നോക്കണ്ട, എന്തോ അടിച്ചിട്ടുണ്ടെന്ന് മാത്രം നോക്കിയാൽ ഞാനൊരു ഫുൾ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആദ്യം എന്നെ ഇറങ്ങി വിടാ. ഏതാണ്ട് കൊട്ടുവടിയൊക്കെ അടിച്ചു കേട്ടിട്ട് നീയൊക്കെ ഇങ്ങനെ പറയുമെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും കൂടിയ മദ്യം കഴിച്ച് ഞാൻ എന്ത് പറയണടാ? മോനടാ ചക്കര ആദ്യം എന്നെ ഇറക്കണോ? നീ ഇപ്പൊ ഏത് സ്പീഡിലാ പോണേ? 60 ചേട്ടാ. 60 പോകാനായിട്ട് ഞങ്ങളൊക്കെ എന്താ കൊച്ചു കുട്ടികളാ? കാല് കൊടുത്തങ്ങോട്ട് പോ, സ്പീഡിൽ പോട്ടെ. ചേട്ടാ, 70. 71 നോക്കണ്ട, എനിക്ക് വേണ്ടി 220 പോയ ആക്സിഡന്റ് ആവൂടാ. കറക്റ്റ്. ഞാൻ പറയുന്നത് കേക്ക്. ഒരു 180 സ്ലോ ആയിട്ട്. 180 സ്ലോ ആയിട്ടോ? ഒന്ന് വേഗം വണ്ടി വിടറാ ബ്രദർ, എടാ ഞാൻ ഡ്രൈവ് ചെയ്യാം. ഞാൻ ഡ്രൈവ് ചെയ്യാം. ഡ്രൈവിംഗ് ഒക്കെ എനിക്ക് അറിയാം. ചേട്ടാ, 10 പോയിടാ. ഇങ്ങനെയാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. മോഹൻ ഓട്ടിട്ട് വരയ്ക്കണം. എന്തേട്ടാ, എന്ത് പറ്റി? അയ്യോ ചേട്ടാ, എന്റെ കാറിൽ വാളോക്കല്ലേ, ഇറങ്ങ്. നാശിപ്പിച്ച്. ഇത് ഞാൻ തന്നില്ലേ? ടേബിൾ നമ്പർ 4 അടിച്ച് ഓഫായി കിടക്കാണെന്നാണല്ലോ പറഞ്ഞത്. എവിടെയാണ്? ഹലോ ചേട്ടാ. ചേട്ടാ ചേട്ടാ ഇതെന്താ? ശരിക്കും എന്നെ പോലെ തന്നെ. ലോകത്തില് നമ്മളെപ്പോലെ 7 പേരുണ്ടാവുന്ന കേട്ടിരിക്കുന്നേ. അതിലൊരെണ്ണാണോ ഇത്? എന്തായാലും നമുക്കെന്താ. നീ കുടിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്നു, ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്നു. ചേട്ടാ, എഴുന്നേക്ക് പോകാം. ഇരുട്ട് അവസാനിക്കുന്നത് വരെ
രാവിലെ സൂര്യൻ ഉദിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നവര് ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സേഫോ? ഇപ്പൊ സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആ തല വെട്ടിപ്പൊടിയ. എന്താണ് ചേട്ടാ നീ ശരിക്കും എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ആ ശരിയാ, ഞാൻ നിന്നെ പോലെ നീ എന്നെ പോലെ ഇരിക്കുന്നുണ്ട്. അതെങ്ങനെയാ? നിന്റെ അച്ഛന്റെ പേരെന്താ? രാജശേഖര മേനോൻ. എന്തേ മേനോനോ? ഞങ്ങള് നായരാണല്ലോ. പിന്നെ നമ്മളെങ്ങനെ ഇങ്ങനെ രക്തബന്ധവും പാരമ്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപോലത്തെ ആൾക്കാരുണ്ടാവുള്ളൂ. ഒരുപാട് സിനിമയിൽ വില്ലനും നായകനൊക്കെ ഒരേപോലെ ആയിരിക്കും. അതെന്താ രക്തബന്ധ? പിന്നെ കഴിഞ്ഞ ദിവസം കണ്ട നായക സിനിമയിൽ രാംചരൺ 2 എണ്ണം ഉണ്ട്. അതെങ്ങനെയാ? തമ്മിൽ റിലേഷൻ ഉണ്ടോ? കറക്റ്റാ. ബൈ ദ ബൈ, എന്റെ പേര് കുശാൽ. പ്രേം കുമാർ. സ്നേഹത്തോടെ ലവാന്ന് എല്ലാവരും വിളിക്കും. ഞാൻ ഡ്രിങ്കേഴ്സ് ക്യാബ് ഡ്രൈവറാണ്. എന്താ എനിക്ക് മനസ്സിലായില്ലേ? നിന്നെ പോലുള്ള ആളുകൾ അടിച്ച് ഓഫായി ബാറിൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ വളരെ സുരക്ഷിതമായി നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കുന്ന ജോലിയാണെന്ന്. അതായത് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ തന്നെ. ഓക്കെ. ഹേയ് അങ്കിൾ, സുപ്രഭാതം. ആരാ നീ? ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ സംസാരിക്കുന്ന എന്താ? നിങ്ങൾ കള്ളു കുടിച്ചാ വെറും ബോധമില്ലാത്തവനാണെന്ന് ഇപ്പൊ തെളിയിച്ചില്ലേ? ഞാൻ കുടിച്ചെന്നോ? ആരാ നീ? എന്നെ മനസ്സിലായില്ലേ? ഇന്നലെ രാത്രി നിങ്ങൾ ബാറിൽ കുടിച്ച് ഓഫായപ്പോ ഞാനാണ് നിങ്ങളെ സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചത്. അടിപൊളി മോനെ, അടിപൊളി. കൊള്ളാം. ഞങ്ങളെ കള്ളുകൂടിയന്മാരെ സപ്പോർട്ട് നിനക്ക് എപ്പോഴും ഉണ്ടാവും മോനെ. നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. അത് നൈറ്റ് ആൻഡ് ക്യാബില്, കാലത്താണെങ്കിൽ പാർക്ക്, ബസ് സ്റ്റോപ്പ്. എടാ നിന്നെപ്പോ ഉള്ളവർക്കാണ് എന്റെ വീട് തന്നെ. ഇത് കണ്ടോ, ഇതാണ് എന്റെ വീട്. എടാ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ തനിച്ചൊരു ഔട്ട്ഡോഴ്സ് ഉണ്ട്. നീ എന്റെ കൂടെ വാ സമയങ്ങളെ. സാർ, എന്നെ കൊണ്ട് വാടകയൊന്നും തരാൻ പറ്റില്ല. വാടകയൊന്നും വേണ്ട, ഫുൾ ഫ്രീ. ഓഹോ, അങ്ങനെ ഓസിൽ AC റൂം കമ്മിറ്റ് ചെയ്തല്ലേ? അതെ. കമ്മിറ്റ്മെന്റ് എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കും. വാടക 10,000 രൂപ, അഡ്വാൻസ് 20,000 രൂപ. സൗകര്യം ഉണ്ട്, തങ്ങിക്കോ, അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട്. അതെ അങ്ങള് 20,000 രൂപ ചോദിച്ചില്ലേ? 20 പൈസ പോലും ഇല്ല. കുടിച്ച് ഓഫാമ കയറ്റി താമസിപ്പിക്കും, ബോധം വരും ഇറക്കി വിടും. അവന്റെ ഒരു ഫ്രീ ആയിട്ട് താമസിക്കാൻ എന്താടാ വഴിയമ്പലാണെന്ന് വിചാരിച്ചോടാ? ഇപ്പോഴല്ലോടോ താൻ അകത്തേക്ക് പോയത്, പിന്നെ എങ്ങനെ ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്? അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരെ? ഞാനോ? ചേട്ടാ, ഇനി ഇവിടെ താമസിക്കുന്നില്ല, നമ്മൾ ഇറങ്ങാൻ പോവാ. നീ ഇങ്ങോട്ട് വന്നേ. എങ്ങനെ നോക്കിയാലും കാണാനായിട്ട് രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നല്ലോ. അതേ, കാര്യം എന്താന്ന് വെച്ചാ പറ. ഇതാണ് കാര്യം. $20,000 കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. നിങ്ങളെ കാണാൻ ഒരേപോലെ ഉണ്ടല്ലോ. എന്റെ അച്ഛന്റെ മുത്തശ്ശന്റെ അവന്റെ അച്ഛന്റെ മുത്തശ്ശന്റെ 2 മുത്തശ്ശന്മാരുടെ കുടുംബങ്ങൾ ഒരേ അമ്മയുടെ മക്കളാണോ? അല്ല, ഒരേ കുടത്തിന്ന് അവർ വെള്ളം കുടിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപോലെ ജനിച്ചത്. ഒരേ കുടത്തിന്ന് വെള്ളം കുടിച്ചു.